ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹെഡ്ഫോൺ ആണ്, വയർലെസ് ഹെഡ്ഫോൺ ആണ്. ഒരു മിഡിൽ കാറ്റഗറി ഹെഡ്ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10,000 റേഞ്ചിൽ നിങ്ങളൊരു നല്ലൊരു ഹെഡ്സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, വിത്ത് വയർലെസ് ഹെഡ്സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. JBLൻ്റെ ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. JBL ബൈ ഹർമൻ. ഇതിൻ്റെ JBL ലൈവ് 770 NC എന്ന് പറഞ്ഞ മോഡലാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8,500 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫ്ലിപ്കാർട്ട് ട്രാക്ക് ചെയ്തേക്കാം. ആമസോൺ ആണെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ബ്ലൂ കളറാണ്. പിന്നെ നമുക്കിതിൽ JBLനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ, JBL സാംസങ്ങിൻ്റെ കമ്പനിയാണ്. സാംസങ് ആണ് അവരുടെ പാരന്റ് കമ്പനി. JBL ബൈ ഹർമൻ എന്ന് പറയുന്നത് ഹർമൻ അവരുടെ കമ്പനി തന്നെയാണ്. അപ്പോൾ പണ്ട് വേറെ സെപ്പറേറ്റ് ആയിരുന്നു, പക്ഷേ അതിന് ശേഷം കുറേ കാലം മുമ്പ് തന്നെ JBLനെ അവർ അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ സാധനം ഈ ഹർമൻ ഇന്റർനാഷണലാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നതും ഇമ്പോർട്ട് ചെയ്തേക്കുന്നതും ചൈനയിൽ നിന്നാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് JBL ഹെഡ്ഫോൺ എന്ന് പറഞ്ഞ ആപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 40 mm ഹെവി ഡ്രൈവറാണ് ഇതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 4 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ, നമുക്ക് ANC ഓൺ ചെയ്താൽ പോലെ 50 മണിക്കൂർ കിട്ടും. ANC ഓഫ് ചെയ്താണെങ്കിൽ 65 മണിക്കൂർ കിട്ടും. ടൈപ്പ് C വരുന്നുണ്ട്. അതിന് കേബിൾ സംഭവം വരുന്നുണ്ട്. നമ്മൾ ഓക്സ് കേബിൾ സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം, വയർഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലൂവും, ഇത് ബ്ലൂ കളറാണ്, ബ്ലാക്കും അവൈലബിൾ ആണ്. ഞാനിത് ബ്ലൂ ആ വാങ്ങിച്ചേട്ടാ. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരണ്ടാന്ന് വിചാരിക്കുന്നു, അറിയുന്നതായിരിക്കും. JBLൻ്റെ ബ്രാൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ MRP ഡീറ്റെയിൽസൊക്കെ 15,000 രൂപയ്ക്കാണ് കേട്ടോ. 14,999 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ സെപ്റ്റംബർ 2020 അപ്പോൾ ഇതാണ് പാക്കേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഗൂഗിൾ സപ്പോർട്ടും അലക്സ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വലിയ ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അടുത്തേക്ക് വരാം. വലിയൊരു ബുക്ക്ലെറ്റ്, ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. 1 year ആണ് വാറൻറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേസ് കിട്ടുന്നില്ല. JBLൻ്റെ നിങ്ങൾക്ക് കേസ് കിട്ടണമെങ്കിൽ അവരുടെ ബീം സീരീസ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും. ഓൾമോസ്റ്റ് 20 റേഞ്ചിലൊക്കെ വരും. സോണിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മോഡൽ ഉണ്ടല്ലോ, ഒരു പേര് ഞാൻ പറഞ്ഞു, ബാസ് എഡിഷൻ ആയിട്ടൊരു മോഡൽ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യം അതാണ് വാങ്ങിക്കാൻ നോക്കിയത്. പിന്നെ ഞാൻ JBLലേക്ക് മരുത്താണ് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ പ്രൈമറി ഫോൺ സാംസങ് ആണ്. അപ്പോൾ സാംസങ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സപ്പോർട്ട് കൂടുതൽ കിട്ടും. സാംസങ് കമ്പനിയാണ് JBL. അപ്പോൾ ഇങ്ങനെ ഒരു പൗച്ചിലാണ് വരുന്നുണ്ട്. JBLൻ്റെ ബ്രാൻഡിങ് ആയിട്ടൊരു പൗച്ചാണ്, ബാഗല്ല. അപ്പോൾ ഇത് ഭയങ്കര ഡ്രോപ്പ് പ്രൊട്ടക്ഷനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, കേസ് പോലെ ഡ്രോപ്പ് പ്രൊട്ടക്ഷനും സംഭവമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഒരു വെൽവെറ്റ് പോലത്തെ ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു പാക്കേജിൽ, ഒരു പേപ്പർ പാക്കേജിങ്ങിൽ എനിക്ക് തോന്നുന്നു Type C കേബിൾ അല്ലെങ്കിൽ Type C കേബിളും ഉണ്ട്. ഇതുവരെ സ്ഥിരം നോർമൽ കേബിളാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ വരുന്നത്. പിന്നെ ഒരു സിൽക്ക് ജെൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ബ്ലൂ കളർ തന്നെ നമ്മുടെ എന്താ പറയുക ഓക്സ് കേബിൾ വന്നിട്ടുണ്ട്. അത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. ഇതെല്ലാം പേപ്പറാണ് കേട്ടോ. അത് കൊള്ളാം കേട്ടോ, ഫുൾ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓക്സ് കേബിളാണ് അതിൽ വരുന്നത് കണ്ടോ. ഓൾമോസ്റ്റ് ഒരു 1.5 മീറ്ററൊക്കെ ഇടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്, ബ്രെയ്ഡഡും ആണ്. അത് കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബാഗിൽ വരുന്നത്. അപ്പോൾ ഇതും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര വലിയ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. ബ്ലൂ കളർ കൊള്ളാം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബീം സീരീസിലാകുമ്പോൾ നമുക്ക് മുകളിൽ ഒരു ക്ലോത്ത് ഫിനിഷാണ് കിട്ടുക. മുകളിൽ JBL എഡിഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഈ മോഷൻ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സൈഡും കാണാം. ഇങ്ങനെയാണ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതാണ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു ക്ലോത്ത് ഫിനിഷാണ് വരുന്നത്. മറ്റേ ഇതിൻ്റെ ട്യൂൺ എഡിഷനും ഉണ്ട്. JBL ട്യൂൺ 770 ഉണ്ട്. അതിന് 5,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വലിക്കാൻ പറ്റും. JBLൻ്റെ ഉള്ളിൽ നമുക്ക് മെറ്റൽ റോഡ് കാണാം. പിന്നെ JBL ലൈവിൻ്റെ ഇവിടെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഇതിൽ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ Type C ചാർജിങ് പോർഷൻ ഇവിടെയാണ് വരുന്നുണ്ടോ. ഈ ഒരു ലെഫ്റ്റ് റൈറ്റാ, ലെഫ്റ്റിൻ്റെ ഇയറിൻ്റെ അവിടെ തന്നെയാണ് വരുന്നത് Type C. പിന്നെ അവിടെ വേറെ ബട്ടണൊന്നുമില്ല. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓക്സ് കേബിളിൻ്റെ ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഒരു ബ്ലൂടൂത്ത് ബട്ടൺ ഉണ്ട്. പിന്നെ പ്ലസ്സും മൈനസും ഉണ്ട്. പിന്നെ ഒരു ടോഗിൾ ബട്ടൺ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് ബാസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇത് ഓൾറെഡി ഇതിൽ ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ എടുക്കാം. അതിൽ ഓൾറെഡി നമുക്ക് കണ്ടോ JBLൻ്റെ ഇത് വന്നു. എന്താ വെച്ചാൽ ഇത് ഗൂഗിൾ ഫാസ്റ്റ് പാരിങ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ 40 mm ഡ്രൈവറാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതെന്തായാലും കണക്ട് ചെയ്യുന്നു.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ആയിട്ട് തന്നെ പെയർ ആയിക്കോളും. പിന്നെ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എനേബിൾ ആയിക്കോട്ടുള്ളൂ. ഇതിൽ ആക്ച്വലി ഇത് നമ്മുടെ എന്താ പറയുക, ഇതിൽ എന്താ ആപ്പ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. JBL തന്നെ ആപ്പ് സപ്പോർട്ട് ഉണ്ട്. ലൊക്കേഷൻ പെയർ ചെയ്യാൻ ഇവർ പറയുന്നുണ്ട്. JBL ആപ്പാണിത് കണ്ടു. ഓട്ടോമാറ്റിക്കലി JBL ആപ്പിൽ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പെയർ ചെയ്താൽ മതി. നമുക്ക് പെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ആക്ച്വലി ജസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ്, വോയിസ് അസിസ്റ്റൻസ്, അതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. സംഭവം ഓണായി ഇപ്പോൾ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വന്നിട്ടുണ്ട് കണ്ടു. ഇതാണ് അതിൻ്റെ ഹോം പേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓൾമോസ്റ്റ് ഇപ്പോൾ ANC നോയ്സ് ക്യാൻസലേഷൻ മോഡൊക്കെ എനേബിൾ ആയിട്ടുണ്ട്. കുറേ ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും ഇതിൽ ഫംഗ്ഷൻസ്. നമുക്ക് നിങ്ങൾ ഓൾറെഡി JBLൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനു മുമ്പും JBLൻ്റെ എന്താ പറയുക, ഞാൻ കുറച്ചും കൂടെ അടുത്താക്കി തരാം. JBLൻ്റെ ലൈവ് ബീം സീരീസ് ഹെഡ്ഫോൺ സീരീസിൻ്റെ ചെയ്തപ്പോഴും നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കണ്ടോ. ഞാൻ അടുത്ത് വന്നാൽ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇതാണ് നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഹെഡ്ഫോൺ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ANC കസ്റ്റമൈസ് ചെയ്യാനുള്ളത്. പേഴ്സണൽ ഫീ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഈക്വലൈസർ മോഡാണ്. പിന്നെ ലോ വോളിയം ഡൈനാമിക് ഈക്വലൈസറിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഞാൻ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട് ഇതിൽ, ഞാൻ പറയാൻ മറന്നു. പിന്നെ ഗസ്റ്റർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാം. വോയിസ് അവെയർ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് ഓഡിയോ വീഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. ഓട്ടോ പ്ലേ നമുക്ക് ഇത് വരുന്നുണ്ട്. ഓട്ടോ പ്ലേ ഓഫും സംഭവം വരുന്നുണ്ട്. പോസും വരുന്നുണ്ട്. ഓട്ടോ പവർ ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഒന്ന് കേട്ടോ കടന്ന ചാനൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്തിട്ട് നമുക്ക് പാട്ടും സംഭവമൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് കത്തുന്നത് കാണുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ കേട്ടോ. അതുപോലെ ഇതിപ്പോൾ പെയർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ലൈറ്റാണ് കത്തുന്നത്. ഈ ബ്ലൂ കളർ കൊള്ളാട്ടോ. JBL ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് ഏത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ്. പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് വെക്കുമ്പോൾ തന്നെ ANC വന്നിട്ടുണ്ട്. നല്ല ഫിറ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോയ്സൊക്കെ പോയി. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കട്ടെ. ഞാൻ 7 ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 7ൽ നമ്മുടെ എൻ്റെ കാർഡ് ഇത് ജിയോ ആണല്ലോ. അപ്പോൾ ഒരു ഫ്രീ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടോ. ബാസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം കേട്ടോ. ബാസ് വേണമെന്നുള്ളവർക്ക് ഞാൻ HLT സോണിയുടെ പറഞ്ഞില്ലേ നേരത്തെ. ബാസ് ഉണ്ട് കേട്ടോ. സൗണ്ട് ക്വാളിറ്റി കൊള്ളാട്ടോ. പക്ഷേ ബാസ് ഇഷ്ടമുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബാസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ലെവൽ ഓഫ് ബാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ANC ഓൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നമുക്കൊരു ടച്ച് കൺട്രോളും വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ആദ്യം ഓൺ ആയത് കേട്ടോ. അപ്പോൾ ഓവറോൾ സംഭവം കൊള്ളാം. എന്തായാലും ബിൽഡ് ക്വാളിറ്റി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കംഫർട്ടബിളും എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി. ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്തില്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ ഇത് മടക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ ആക്കി കഴിഞ്ഞാൽ മടങ്ങും വേണം. കണ്ടോ, ഇത് മടങ്ങുന്നതാണ്. ഇത്രയ്ക്ക് ആക്കാട്ടോ. അങ്ങനെ ആക്കി വയ്ക്കാം. ഇത്ര ഉണ്ടാവുള്ളൂ. പോർട്ടബിളാണ്. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ സംഭവം വലിയ കുഴപ്പമില്ലാത്ത ഒരു 10,000 റേഞ്ചിൽ, 10,000 ഒന്നും വരണില്ല, 8, 9, 8 ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു നല്ലൊരു ഹെഡ്ഫോൺ. ഞാൻ ആക്ച്വലി മുമ്പും പറയാറുണ്ട്, ഈ ലോക്കൽ സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്. നോയ്സ്, അതുപോലെ ബോട്ട്, ഇവന്മാരൊക്കെ തനി ബ്രാൻഡഡ് സാധനമാണ്. ചൈനയിൽ പോയി വാങ്ങിക്കും, ഇവിടെ അതിൻ്റെ ഡബിൾ പ്രൈസിന് വിൽക്കും. ഈ ബോട്ടിനൊക്കെ ഈ ഇന്ത്യക്കാരാണ് ഇത്രയും വലുതാക്കിയത്. തനി കൂതറ ചൈനീസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വിറ്റിട്ട് ഇവന്മാർ വലുതായത്. ഇപ്പോഴാണ്, അത് കഴിഞ്ഞാണ് ഇപ്പോൾ കണിക്കണ്ട ഇന്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുത്തു തുടങ്ങിയത്. മെയ്ഡ് ഇൻ ഇന്ത്യ അടിച്ചു കൊടുത്തിട്ട്, അതും സെൻറ്റിമെൻ്റായിട്ട് കൊടുക്കാനുള്ളൂ. അപ്പോൾ കൊറോണ അതിൻ്റെ പിന്നാലും പോകും. അപ്പോൾ അങ്ങനെയാണ് ഫയർ ബോൾട്ടിലാണ് മേധാ ബോട്ട് ഇപ്പോൾ, അത് വേറെ കാര്യം. പിന്നെ നോയ്സ്, ഇപ്പം നമുക്ക് സ്ഥിരം പരിപാടിയാണ്. ബോൾട്ടും ഗോബോൾട്ടൊക്കെ പോകുന്നത് തന്നെയാണ്. ഗോൾട്ട് 3000 4 ആ സാധനമൊക്കെ കൂതറ സാധനം വാങ്ങിക്കാണ്ട് മേധം നിങ്ങൾ വാങ്ങിക്കാണ്ടിരിക്കും നല്ലത് കേട്ടോ. വെറുതെ വേസ്റ്റ് കൂട്ടാൻ നല്ലാണ്ട് അതിനായിട്ടും മേധം നല്ലത് ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ സാധനം വാങ്ങിക്കാം. ഇപ്പോൾ JBL ആയിക്കോട്ടെ, സോണി ആയിക്കോട്ടെ, പിന്നെ ഉണ്ടല്ലോ സെഹേസർ ആയിക്കോട്ടെ, പിന്നെ ഉണ്ട് ഇഷ്ടംപോലെ കുറേ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. ഇങ്ങനത്തെ ഈ ലോക്കൽ സാധനങ്ങൾ വാങ്ങിച്ച് വേസ്റ്റ് കൂട്ടാണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ കാശാണ്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാശ് വേസ്റ്റ് ആക്കണോ വേസ്റ്റ് ആക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീട്ടിലാണ്.